ഇന്ന് ഞാൻ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സോ വെൽക്കം ടു മലയാളി മോം ഇൻ ടെക്സസ്. ഞാനിന്ന് ചെയ്യുന്ന വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഈവനിങ് റുട്ടീൻ. അപ്പോൾ ഈവനിങ് ഞങ്ങൾ സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാം ചെയ്യും. അപ്പം ആദ്യമായിട്ട് നമ്മൾ സാധാരണ എല്ലാ വീട്ടിലിരിക്കുന്ന അമ്മമാർ ചെയ്യുന്ന പോലെ തന്നെ 2 വയസ്സുള്ള ആളെ പുറകെ നടന്ന് ഇതെല്ലാം വീട് മൊത്തം അടിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അത് നമ്മൾ ആദ്യമായിട്ട് ക്ലീൻ ചെയ്യണം. ഇതാണ് ഡ്രോയിങ് റൂമിൻ്റെ സ്ഥിതി. മുഴുവൻ സാധനങ്ങളും ഇദ്ദേഹത്തിനെ കൊണ്ട് ആകുന്ന രീതിയിൽ പുള്ളി ശരിയാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വലിച്ചു വാരി ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടതല്ല. പുള്ളി തന്നെ സ്വന്തമായിട്ട് ചെയ്ത കലാവിരുന്നാണ്. നമ്മൾക്കിത് ക്ലീൻ ചെയ്യാം. വെച്ചാലും ചിലപ്പോൾ ഉടനെ തന്നെ പുള്ളി പിന്നെ ഇത് പുറത്തോട്ടെടുത്തിടാൻ സാധ്യതയുമുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു ബോക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടോയ്സിൻ്റെ ഒരു നല്ലൊരു ഭാഗം അതിലേക്ക് ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എയിം. ഇപ്പോൾ ഒരുമാതിരി ഞാൻ ലിവിങ് റൂമല്ല, എന്നാലും ഇവിടെയൊക്കെ ഉണ്ട്. ഇത് പുള്ളി ഇപ്പം വാരിയിട്ട സാധനങ്ങളാണ്. സാധനങ്ങൾ ഞാൻ അടുക്കിപ്പെറുക്കിയിട്ടുണ്ട്. ഇതാണ് ബാൽക്കണി. എവിടെയും പുള്ളി അരിയിട്ടിട്ടുണ്ട്. പിന്നെ പുറത്ത് നല്ലൊരു വെതറാണ്. ഇതാണ് ഒരുപാട് കിളികളൊക്കെ വന്നിരിക്കും എപ്പോഴും ഈ അകത്ത്. ഇപ്പം ഇവിടെ 4 മണിയായി. മുറ്റത്തും പുള്ളി ടോയ്സ് വാരിയിട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾ ദിവസവും പെറുക്കും. പിന്നെ പുള്ളി പിന്നെയും കൊണ്ടിടും. പിന്നെ ഇവിടെ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ചിക്കൻ കറിയുണ്ട്. ചിക്കൻ കറി കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ ഞാനൊരു രാജ്മ ഇവിടെ അത് ഉണ്ടാക്കി അതിൻ്റെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്തെന്ന് തോന്നുന്നു, ഇനി വൈകുന്നേരം ഇത് ഞാൻ കറിയാക്കണം. അതാണ് വൈകുന്നേരത്തെ ഇന്നത്തെ ഡിന്നർ. ഇത് ഇന്ന് ചപ്പാത്തി. ബെഡ്റൂം നോക്കട്ടെ. ബെഡ്റൂം വലിയ കുഴപ്പമില്ല. പുള്ളി ഇന്ന് ഇവിടെ കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാണ് സിദ്ധുവിൻ്റെ ക്രിബ്. ഇത് എൻ്റെ ഡ്രസ്സിങ് ടേബിളാണ്. ഇത് സാധാരണ പുള്ളി എവിടെയാണ് സ്ഥിരമായിട്ടൊരു സ്റ്റൂളുമായിട്ട് കയറി നിന്ന് ബോക്സാണ്. എൻ്റെ സിസ്റ്ററിനോ ഗിഫ്റ്റ് തന്നെ.
ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന വാഷ് ബേസിനല്ല, ഇത് ഞാൻ എൻ്റെ ഒരു ഇത് അവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതെൻ്റെ ബാഗെല്ലാം ഞാനിങ്ങനെ തൂക്കിയിട്ടേക്കും. അപ്പോൾ എടുത്തോണ്ട് പോകാനായിട്ട് സുഖമാണല്ല, ഇതിങ്ങനെ മേടിക്കാനായിട്ട് ഇങ്ങനെ കിട്ടുന്ന ഇത്. ഇനി നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യണം. ബാത്റൂമിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു സിങ്ക് നമുക്ക് മൊത്തം ഇന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒരു 2 ഇതുണ്ട്. ഒരെണ്ണം ഒരു മിൻടെക്സ് തന്നെ ഒരു ഇതാണ്. ബാത്റൂം അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഒരു മിറർ നമ്മൾ ക്ലീൻ ചെയ്തു, ഇത് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ ടോയ്ലറ്റും നമ്മൾ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സിദ്ധു എന്തെടുക്കുന്നു, സിദ്ധുവായിട്ട് കുറച്ച് നേരം പുറത്ത് പോയി ഇരുന്ന് അല്പം നമുക്ക് റിലാക്സ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ പുറത്ത് വന്ന് ബാൽക്കണിയിൽ ഇരിക്കുവാന്ന്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ രാജ്മ കറി വയ്ക്കാൻ പോവും. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല, ഞങ്ങളൊരു ചപ്പാത്തി ഒരു കറി അതൊക്കെ വയ്ക്കത്തുള്ളൂ. ബിക്കോസ് 2 പേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും വെയിറ്റ് കുറയ്ക്കാനുള്ള പുറപ്പാടിലാണ്. അതുകൊണ്ട് ആണ്. സിദ്ധു ഇരുന്നുണ്ട്. ബാ അമ്മച്ചിയുടെ കൂടെ വന്നിരിക്കും. ബാ അമ്മച്ചിയുടെ കൂടെ വന്നിരിക്കും. പുള്ളി അങ്ങനെ തന്നെത്താനെ വേറെ പിള്ളേരുടെ കൂടെ കളിക്കാനൊന്നും ഇപ്പം ഞങ്ങൾ വിടത്തില്ല. ആ ഒരു വീടുണ്ട്, ആ വീട്ടിലാണെങ്കിൽ ഒരു 5-6 പിള്ളേരുണ്ട് ആ വീട്ടിൽ. പക്ഷെ ഇവനെ തന്നെ ഇടാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം. സിദ്ധു ബൈ ബൈ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ രാജ്മ കറി വെക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ഞാൻ വെക്കുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെയാണോ കറക്റ്റ് ഒത്തൻറ്റിക് രാജ്മ വെക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. എപ്പോഴും ഞാൻ വെക്കുന്നതുമല്ല. എണ്ണ ചൂടാകുമ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് ജീരകം കുറച്ച് ഇട്ട് കൊടുക്കും. കടുകും ജീരകവും ആയി. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഞാൻ ഇവിടെ ഒരു 2 അല്ലി ജീരകവും ഗാർലിക്കും ഒരു ഇച്ചിരി ജിഞ്ചറും കൂടി ക്രഷ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു മണം വരാനായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മളിതിൻ്റെ നല്ല ഒരു പച്ച മണമൊക്കെ പോയി വരുമ്പോൾ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള, വലിയൊരു സവോളയുടെ ഒരു പകുതി, ഇത്രയും മാത്രമേ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇടൂ. ഇനി ഇത് കുറച്ച് നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ കുറച്ച് നേരം തീ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി സത്യത്തിൽ ഇതിനകത്ത് കറി ലീവ്സ് ഇടേണ്ടതാണ്. പക്ഷെ കറി ലീവ്സ് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇടാത്തത്. കറി ലീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് ചിലപ്പോൾ കറി ലീവ്സും കൂടി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഈ സവോള നമ്മുടെ വാടി ഒരു പിങ്ക് നിറം ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി കുറച്ച്, ഇവിടെ ഇന്ന് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് തക്കാളി അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ ഇത് കുറച്ച് നേരം ചെറിയ തീയിൽ അടച്ചു വയ്ക്കണം. ടൊമാറ്റോ സോഫ്റ്റ് ആൻഡ് പൾപ്പി ആകാൻ. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല പൾപ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സിദ്ധുവിന് എരിവ് ഇഷ്ടമില്ലാത്ത കൊണ്ട് തന്നെ ഞങ്ങൾ അധികം പച്ചമുളക് അത് ഇതൊന്നും ആഡ് ചെയ്യില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പച്ചമുളക്, പെപ്പർ പൊടിയൊക്കെ ഇടാം. ആദ്യമായിട്ട് നമ്മൾ പൗഡറിൽ ഇടുന്നത് ടർമറിക്കാണ്, മഞ്ഞൾപ്പൊടി. അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട്, വേണമെങ്കിൽ ഒരു കുറച്ചും കൂടി ആവാം ഇട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഇങ്ങനെ രാജ്മ മസാല എന്നൊക്കെ പറഞ്ഞ് കിട്ടും, അതൊക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷെ അതൊക്കെ ഒരുപാട് സ്പൈസി ആയതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. ഇനി ഇതിനകത്ത് ഒരു ഇത്രയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല, കുറച്ചും കൂടി ഉപ്പ്. ഞാൻ രാജ്മ വേവിച്ചപ്പോൾ തന്നെ അത് ഇട്ടിരുന്നു ഉപ്പ്. ഇതിപ്പോൾ ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിയുന്നിടം വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഓൾറെഡി രാജ്മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടാണ് ഇത് വേവിച്ചിരുന്നത്. ഇത് ഞാൻ തലേ ദിവസം ഇട്ട് വെച്ചൊന്നുമില്ല, ഡയറക്റ്റ് അന്ന് തന്നെ വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്താണ്. പക്ഷേ നിങ്ങൾ തലേ ദിവസം ഇത് ഇട്ട് വെള്ളത്തിൽ വെച്ചാൽ പിറ്റേ ദിവസം പെട്ടെന്ന് വെന്ത് വരും. ചിലപ്പോൾ പ്രഷർ കുക്കറിൻ്റെ ആവശ്യം പോലും കാണത്തില്ലായിരിക്കും. ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിച്ചത്. അപ്പോൾ ഇതിൻ്റെ എണ്ണ ചെറുതായിട്ട് ഒന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. മസാലയിൽ നിന്ന് അതിൻ്റെ പച്ചമണം എല്ലാം പോയി. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ രാജ്മ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കൊടുത്ത ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. നമ്മുടെ മസാലയെല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കണം. ഇത് വളരെ ഇപ്പം നമ്മൾ കണ്ടല്ലേ, ഇത് വളരെ തിക്കായിട്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് വാം വെള്ളം അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമുക്ക് ഗ്രേവി കിട്ടാനായിട്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് വാം വെള്ളം ഒഴിച്ചു കൊടുത്തു. ബിക്കോസ് ഇതിന് ഗ്രേവി കിട്ടാനായിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഇത് വേവിച്ച് കഴിഞ്ഞ ഉടനെ കുറച്ച് രാജ്മ എടുത്ത് മിക്സിയിലിട്ട് അടിച്ചിടുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ ഇത് നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ കറി കൂടുതൽ തിക്കാവും, അല്ലെങ്കിൽ ഒരുമാതിരി വെള്ളം പോലെ കിടക്കും. അപ്പം അതും കൂടി നമ്മൾ ആ അടിച്ചു വെച്ച രാജ്മയും കൂടി ഇതിനകത്ത് നമ്മൾ
മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഇച്ചിരി ഉപ്പും കൂടി ആവാം. ഇത് ഇച്ചിരി ഉപ്പും കൂടി നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെറു തീയിൽ കുറച്ചും കൂടി നന്നായിട്ട് എല്ലാം കൂടി വെന്ത് പരുവാകാൻ വേണ്ടി അടച്ചു വയ്ക്കണം. പിന്നെ അടച്ചു വെച്ച് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ, ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഇത് കറി നമുക്ക് റെഡിയായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നറിന്. രാജ്മ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തിയായിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയ ഒരു ഈവനിങ് റുട്ടീൻ. ഇത് ഇഷ്ടമായെങ്കിൽ കമൻസിൽ അറിയിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ ഫോർ ടെക്സസ്. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് വാം വെള്ളം ഒഴിച്ചു കൊടുത്തു. ബിക്കോസ് ഇതിന് ഗ്രേവി കിട്ടാനായിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഇത് വേവിച്ച് കഴിഞ്ഞ ഉടനെ കുറച്ച് രാജ്മ എടുത്ത് മിക്സിയിലിട്ട് അടിച്ചിരുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ ഇത് നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ കറി കൂടുതൽ തിക്കാവും, അല്ലെങ്കിൽ ഒരുമാതിരി വെള്ളം പോലെ കിടക്കും. അപ്പം അതും കൂടി നമ്മൾ ആ അടിച്ചു വെച്ച രാജ്മയും കൂടി ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഇച്ചിരി ഉപ്പും കൂടി ആവാം. ഇത് ഇച്ചിരി ഉപ്പും കൂടി നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെറു തീയിൽ കുറച്ചും കൂടി നന്നായിട്ട് എല്ലാം കൂടി വെന്ത് പരുവാകാൻ വേണ്ടി അടച്ചു വയ്ക്കണം. പിന്നെ നമ്മൾ ഈ നേരത്തെ തക്കാളി വളരെ കുറച്ചല്ലേ ആഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അവസാനം ഞാൻ ഇതിനകത്തോട്ട് ഒരു ഹാഫ് ഇത് കുറച്ച് ലെമണും കൂടി ഇതിനകത്തോട്ട് ഞാൻ പിഴിഞ്ഞ്, ഒരു പുളിക്ക് വേണ്ടി ഞാൻ പിഴിഞ്ഞ് എന്നിട്ട് അവസാനം നമുക്കിതിനകത്ത് ഇത് ഇങ്ങനെ ഒരു തിക്നെസ്സിൽ വന്ന് കഴിയുമ്പോൾ ഇത് നമുക്കിനി കറി റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നർ രാജ്മ കറിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് യാതൊരു താല്പര്യവും ഇല്ല. ഇത് പുള്ളിയുടെ ഡിന്നറല്ല ആക്ച്വലി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയ ഒരു ഈവനിങ് റുട്ടീൻ. ഇത് ഇഷ്ടമായെങ്കിൽ കമൻസിൽ അറിയിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ ഫോർ ടെക്സസ്.